Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ മാങ്ങ കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ ചെമ്മീൻ മാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചട്ടി ഒന്ന് ഹീറ്റ് ചെയ്യാം. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ ഒരു സവോള, അതിനൊപ്പം തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഒരു 3-4 എണ്ണം ചേർക്കാം. എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വേവാനായിട്ട് പെട്ടെന്ന് കുക്കാവാനായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി കൂടെ ചേർക്കാം. എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇവിടെ സവോളയൊക്കെ വഴന്ന് വരുമ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സവോള എടുത്ത് മാറ്റും. അതിൻ്റെ ഒരു 1/4 ഭാഗം മാറ്റി. പച്ചമുളക് കൂടുതലും നമ്മൾ എണ്ണയിൽ തന്നെയാണ് കിടക്കുന്നത്. അത് 1-2 പീസേ ഉണ്ടാവുള്ളൂ, ബാക്കി മൊത്തം ഇവിടെയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർക്കാനായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് വഴലണം. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റുക. ഇപ്പോൾ സവാള ഇവിടെ ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ വളരെ കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങയേ ഉള്ളൂ. അതേപോലെ തന്നെ 2-3 കഷ്ണം പുളിയുള്ള മാങ്ങ, 4 കഷ്ണം മാങ്ങയുണ്ട്, ചെറിയ കഷ്ണം. ഇതിനൊപ്പം നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന സവോളയുടെ മിക്സറോടെ ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാനായിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി ഇവിടെ നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായിട്ട് മൂത്ത ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം. മാങ്ങ എടുത്ത് വെച്ചേക്കുന്ന ഒരു മാങ്ങയാണ്, പുളിയുള്ള മാങ്ങ. ഇതിലേക്ക് ഈ അരപ്പും കൂടെ ചേർക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് വഴറ്റണം. അപ്പം നമ്മുടെ ചെമ്മീൻ ഈ സമയത്ത് ഇടാത്തത്, ചെമ്മീൻ അധികം വേവില്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇടാത്തത്. മാങ്ങ നന്നായിട്ട് വെന്ത ശേഷം പുളി നന്നായിട്ട് ഇറങ്ങിയിട്ട് മാത്രമേ നമ്മൾ ചെമ്മീൻ ചേർക്കത്തുള്ളൂ. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കാം. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റോളം കുക്ക് ചെയ്തു. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഉപ്പ് കുറച്ചാണ് ഇട്ടിരുന്നത്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് 1 ടീസ്പൂൺ. വേവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തായിരുന്നു. വെള്ളം പറ്റിയപ്പോൾ നമ്മൾ നോക്കേണ്ടത് മാങ്ങ നന്നായിട്ട് വേവണം, അതാണ് നോക്കുന്നത്.
ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ചേർക്കാം. 200 ഗ്രാം ചെമ്മീനാണ്. ക്ലീൻ ചെയ്ത ശേഷം 200 ഗ്രാം ചെമ്മീൻ. ഏകദേശം 1/2 കിലോ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു 200 ഗ്രാം കിട്ടുക. ഞാൻ ചെമ്മീൻ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഒരു 3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പ്രോൺസ് കുക്ക്ഡാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. കറിക്ക് എത്ര അയവ് വേണോ അത് കണക്കാക്കി ചേർക്കാം. തേങ്ങാപ്പാൽ തിക്ക് പാൽ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യാം. 1/2 കപ്പോളം തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അടുത്തായിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 4 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഓഫ് ചെയ്ത ശേഷം നമുക്കിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരു നുള്ള ഉലുവാപ്പൊടി. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കറി റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഒത്തിരി എരിവൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് മട്ട അരി ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. കൂടാതെ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.